എല്ലാവർക്കും നമസ്തേ. അങ്ങനെ ബീഹാറിലെ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നു. നമ്മുടെ പ്രിയങ്കരനായ പപ്പുമോൻ രാജ്യത്തെ അപമാനിക്കുന്നതിനും നമ്മുടെ ഭരണഘടനാ സ്ഥാപനങ്ങളെ അധിക്ഷേപിക്കുന്നതിനുമായി നടത്തിയ ശ്രമങ്ങൾക്കെല്ലാം പ്രവർത്തനങ്ങൾക്കെല്ലാം ബീഹാറിലെ ജനങ്ങൾ ചുട്ട മറുപടി നൽകുകയും ചെയ്തു. ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ടായിരിക്കാം, ജനങ്ങൾ തന്നെ തിരസ്കരിക്കും എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞതുകൊണ്ടായിരിക്കാം ഈ ഫലം പുറത്തു വരുന്നത് കാണാൻ പോലും നമ്മുടെ രാജ്യത്ത് നിൽക്കാതെ നമ്മുടെ ശ്രീമാൻ പപ്പുമോൻ നെതർലൻഡ്സിലോ ബാങ്കോക്കിലോ എവിടെയാണെന്ന് അറിയത്തില്ല, അദ്ദേഹത്തിന് സർക്കാരിനും അറിയാം, അവിടോട്ട് മുങ്ങുകയും ചെയ്തു. മുങ്ങിയത് ഇനിയും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും ഒക്കെ ആയിട്ട് കറങ്ങാനായിരിക്കാം എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാം. കാരണം അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ഈ പ്രതിപക്ഷ നേതാവ് എന്നുള്ള ഒരു പദവി അല്ലാതെ സർക്കാരിൻ്റെ ഒരു പ്രതിനിധിയും ഒന്നും അല്ലാത്തത് കൊണ്ട്, അങ്ങനെ പ്രത്യേകിച്ച് വിദേശ രാജ്യത്ത് ഔദ്യോഗികമായി പോകേണ്ട ആവശ്യമില്ലാത്തത് കൊണ്ട് സ്വകാര്യ സന്ദർശനം, ഉല്ലാസയാത്ര, ഉല്ലസിക്കാൻ, ജീവിതം അടിച്ചുപൊളിച്ച് ആസ്വദിക്കാൻ അദ്ദേഹം പോയിരിക്കുകയാണെന്ന് നമ്മൾക്ക് മനസ്സിലാക്കാം. അതവിടെ നിൽക്കട്ടെ, അദ്ദേഹം എങ്ങനെ വേണേലും ജീവിച്ചിട്ട്, അത് കോൺഗ്രസിൻ്റെ കാര്യം. നമ്മൾ സർക്കാർ അത് ഗവനിക്കുന്നില്ല. കോൺഗ്രസ് അത്രമാത്രം അധപ്പതിച്ച ഒരു പാർട്ടി ആയതുകൊണ്ട് അവരെന്തും കാണിച്ചോട്ടെ, നമ്മളതിന് അഭിപ്രായം പറയേണ്ട ആവശ്യമില്ല. അത് അവരുടെ ആഭ്യന്തര കാര്യം. നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ രാജ്യത്തെ അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ, ലോകത്തിന് മുമ്പിൽ അധിക്ഷേപിക്കാനും നാണം കെടുത്താനും വേണ്ടി രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസും പ്രതിപക്ഷങ്ങളും നടത്തിയ ആ ഒരു വിവാദം, അതിന് അയാൾ എന്തൊക്കെയാ കാണിച്ച ഈ രാഹുൽ ഗാന്ധി? ബീഹാറിന്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ എന്തുവാ, വോട്ട് സംരക്ഷണ യാത്രയോ ഏതാണ്ടൊക്കെ യാത്ര നടത്തുന്നു, കുളത്തിലിറങ്ങി നീന്തി കുളിക്കുന്നു. എനിക്ക് തോന്നുന്നു അയാൾ കുളത്തിലിറങ്ങാൻ കാരണം അവിടെ കുളത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് സ്ത്രീകൾ തന്നെ ഇറങ്ങി കാണും. അതായിരിക്കും അയാൾക്ക് ആവേശം കൊണ്ട് അയാൾ എടുത്ത് കുളത്തിലെടുത്ത് ചാടിയത്. അവിടെ ഇറങ്ങുന്നു, ഇവിടെ ഇറങ്ങുന്നു, ഇടയ്ക്കിടയ്ക്ക് സോറോസ് മാമനെ കാണാൻ പോകുന്നു, ആറ്റം ബോംബ് ഉണ്ടാക്കുന്നു, ഹൈഡ്രജൻ ബോംബ് ഉണ്ടാക്കുന്നു, ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കുന്നു. ഇതെല്ലാം കൂടെ ഉണ്ടാക്കിക്കൊണ്ടെന്ന് അദ്ദേഹം വിചാരിച്ചത് ബീഹാറിൽ കൊണ്ട് പൊട്ടിച്ച് അവിടെ അങ്ങ് വലിയ ഏതാണ്ട് സംഭവം അങ്ങ് വരുത്തി തീർക്കാമെന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ പ്രതിപക്ഷം നടത്തിയ ആ ശ്രമങ്ങളെല്ലാം പാഴായി പോയതാണ് വളരെയേറെ രസകരമായ കാര്യം. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നതിനേക്കാൾ അതിഭയങ്കരമായ രീതിയിൽ, ഭയങ്കരം എന്ന് തന്നെ പറയാം, ഭയം ജനിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്കല്ല, കോൺഗ്രസിനും RJDക്കും ഒക്കെ ഭയമുണ്ടാക്കുന്ന തരത്തിലാണ് അവിടുത്തെ ഈ ജനവിധി, ജനങ്ങളുടെ ആ നിലപാട് മാറിയത്. അതുകൊണ്ടാണ് ഭയങ്കരം എന്ന് വാക്ക് തന്നെ ഞാൻ ഉപയോഗിച്ചത്. ഭയങ്കരമായ തോതിലാണ് അവിടെ ജനങ്ങൾ പ്രതികരിച്ചത്. ഇതില് അവരടങ്ങുമോ എന്നുള്ളത് അറിയത്തില്ല. എന്നിട്ട് ഉടനെ തന്നെ ഇവിടുത്തെ കുറെ നേതാക്കന്മാര്, കോൺഗ്രസിന്റെ നേതാവ് ആദ്യം പറഞ്ഞു ഇത് വോട്ട് മോഷണമാണ്, ഇവിടെ ജയിച്ചത് BJPയോ അല്ലെന്നുണ്ടെങ്കിൽ NDAയോ അല്ല, അവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ഇവിടെ ഒരു വിദ്വാൻ, എന്തുവാ രമേശ് ചെന്നിത്തലയോ അങ്ങനെ ഒരു വിദ്വാൻ ഉണ്ടല്ലോ ഇവിടുത്തെ ഒരു നേതാവ്, അയാൾ പറയുന്നത് രാഹുൽ ഗാന്ധി നേരത്തെ പറഞ്ഞു അതുപോലെ തന്നെയാണ് നടന്നത്, ഇവിടെ വോട്ട് കൊള്ളയാണ്. ഇവനൊക്കെ ഏത് രാജ്യത്താണ് ജീവിക്കുന്നത് എന്നുള്ളതാണ് അതിശയകരം. പിന്നെ ഇവനെയൊന്നും കുറ്റം പറഞ്ഞിട്ട് കഥയില്ല. നമ്മളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. രമേശ് ചെന്നിത്തലയാകട്ടെ, KC വേണുഗോപാലാകട്ടെ, VD സതീശനാകട്ടെ, അവർക്കുള്ള ഏക നിലപാട് എന്ന് പറയുന്നത് ഈ സോണിയ കുടുംബം അല്ലെങ്കിൽ പ്രിയങ്കയുടെ കുടുംബം അവരെന്തെങ്കിലും പറയുന്നു, അവരെറിഞ്ഞു കൊടുക്കുന്ന ഉച്ഛിഷ്ടം ഭക്ഷിക്കുക എന്നുള്ളതാണ്. അല്ലാതെ അവരുടെ പ്രസ്ഥാനത്തിനെ ശക്തിപ്പെടുത്തണമെന്നുള്ള ഒരു ചിന്തയില്ല. ഇതിൽ നിന്ന് അവർക്ക് ലഭിക്കുന്ന ആ ഒരു വ്യക്തിഗതമായി അവർക്ക് ലഭിക്കാവുന്ന ആനുകൂല്യങ്ങൾ നേടിയെടുക്കുക എന്നുള്ള ആ ഒരു ലക്ഷ്യത്തോടെയും ചിന്തയോടെയും പ്രവർത്തിക്കുന്ന നേതാക്കളാണ് ഇവരെല്ലാം. ഈ കേരളത്തിലെ എന്നല്ല, ഇന്ത്യയിലെ ഒട്ടുമിക്ക കോൺഗ്രസ്സുകാരും.
അവരുടെ ആവശ്യം രാഹുലിൻ്റെ കൂട്ടുള്ള ഒരു വിഡ്ഢിയാൻ കോൺഗ്രസിൻ്റെ തലപ്പത്തിരിക്കുക, അതിനെ മുതലെടുത്തുകൊണ്ട് അവർക്ക് ചില പ്രവർത്തനങ്ങൾ നടത്തി അവരെ പ്രീതിപ്പെടുത്തി അവർക്ക് അതിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ നേടുക എന്നുള്ള ഒരൊറ്റ ചിന്താഗതി മാത്രമാണ് ഈ നിലവിൽ ഈ രാജ്യത്തെ കോൺഗ്രസ് നേതാക്കൾക്കുള്ളത്. നല്ല നിലപാടുകളുള്ള നേതാക്കന്മാർ വളർന്നു വരാതിരിക്കാനും ഒക്കെ അവർ ശ്രദ്ധിക്കുന്നത് അതുകൊണ്ടാണ്. ഉദാഹരണത്തിന് ശശി തരൂർ, അദ്ദേഹത്തിനെ എന്തുകൊണ്ടാണ് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആക്കാതെ ഈ മല്ലികാർജുൻ ഖർഗെയെ പിടിച്ച് പ്രസിഡന്റ് ആക്കിയത്? ഖർഗെയെക്കുറിച്ച് നമുക്കറിയാം, സ്വന്തമായി ഒരു നിലപാടില്ലാത്ത മനുഷ്യൻ, ഒരു കഴിവുകെട്ട ഒരാൾ. അദ്ദേഹം സോണിയാഗാന്ധിയോ പ്രിയങ്കയോ രാഹുലോ പറയുന്നതിനപ്പുറം തുള്ളുകയില്ല എന്ന് ഇവർക്കറിയാം. അങ്ങനെയുള്ള ഒരാളുടെ സ്ഥാനത്ത് ശശി തരൂരായിരുന്നു വന്നിരുന്നതെങ്കിൽ അദ്ദേഹം ഈ പാർട്ടിയെ രക്ഷിക്കുന്നതിന് വേണ്ടി ശക്തമായ നിലപാടുകൾ എടുക്കുമ്പോൾ ഈ രമേശ് ചെന്നിത്തലയാകട്ടെ, വേണുഗോപാലാകട്ടെ, ഖർഗെയാകട്ടെ, ഒരു നേതാക്കൾക്കും അത് ഉൾക്കൊള്ളാൻ കഴിയാത്ത സാഹചര്യം ആയിരിക്കും സൃഷ്ടിക്കപ്പെടുക എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇവർ ഈ ശശി തരൂരിനെ എതിർത്തതും അദ്ദേഹത്തെ കോൺഗ്രസ് അധ്യക്ഷനാക്കാൻ തയ്യാറാകാതിരുന്നതും. അത് പിന്നെ അങ്ങനെ അദ്ദേഹം അന്ന് കോൺഗ്രസിൻ്റെ തലപ്പത്തെത്തിയിരുന്നെങ്കിൽ ഒരു പക്ഷേ ശക്തമായ ഒരു പ്രതിപക്ഷമെങ്കിലും നമ്മുടെ രാജ്യത്തിന് ലഭിക്കുമായിരുന്നു. കാരണം ജനാധിപത്യമാണ്. ജനാധിപത്യത്തിൽ ഒരു ശക്തമായ പ്രതിപക്ഷം ആവശ്യമാണ്. ഒരു ശക്തനായ നിലപാടുകളുള്ള പ്രതിപക്ഷ നേതാവ് ആവശ്യമാണ്. എന്തായാലും ഭരണത്തിൽ അവർക്ക് വരാൻ കഴിയുമായിരുന്നില്ല എന്നുള്ള കാര്യം നമ്മൾക്കറിയാം. കാരണം ഇനി ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇനിയും കോൺഗ്രസ്സിന് ഒരു ഭരണം ലഭിക്കും എന്ന് നമ്മൾ ചിന്തിക്കേണ്ട. കാരണം അത്രമാത്രം ഭാരതത്തിലെ ജനങ്ങൾ കോൺഗ്രസ്സിൽ നിന്ന് അനുഭവിച്ചു. ഇവിടുത്തെ ഭൂരിപക്ഷം ജനങ്ങൾ അവരെ ഏതൊക്കെ രീതിയിൽ ദ്രോഹിക്കാമോ അതിനുമപ്പുറം ദ്രോഹിച്ചുകൊണ്ട് അവർ മറ്റ് ചില വിഭാഗങ്ങൾക്ക് വേണ്ടി അവർ പരമ്പരാഗത സ്വാതന്ത്ര്യ സമര കാലം തൊട്ട് അവരാരെയാണോ പ്രീണിപ്പിക്കാൻ ശ്രമിച്ചത്, അവരാർക്കു വേണ്ടിയാണോ ഈ രാജ്യത്തിനെ വെട്ടിമുറിച്ച് പല കഷ്ണങ്ങളാക്കിയത്, ആ വിഭാഗത്തിൻ്റെ കാര്യത്തിന് വേണ്ടി മാത്രം നിലകൊള്ളുന്ന നിലപാട് കോൺഗ്രസ് സ്വീകരിച്ചതുകൊണ്ട് ഈ നാട്ടിലെ ഭൂരിപക്ഷ ജനത കോൺഗ്രസിനെ നന്നായി മനസ്സിലാക്കിയത് കാരണം ഇനി അവർക്ക് ഭാരതത്തിൻ്റെ ഭരണത്തിലേക്ക് എത്തിപ്പെടാൻ കഴിയുകയില്ല അവരെ എത്തിക്കുകയില്ല എന്നുള്ള ഒരു തീരുമാനത്തിൽ ഭാരതത്തിലെ മഹാഭൂരിപക്ഷം ജനങ്ങൾ എത്തിച്ചേർന്ന കാര്യവും നമ്മൾക്കെല്ലാം അറിയാം. അത് ഈ രാജ്യത്തെ ക്ഷേത്ര സ്വത്തുക്കൾ ഉൾപ്പെടെ ഈ ഹിന്ദു സമൂഹത്തിൻ്റെ സ്വത്തുക്കൾ പോലും, രാജ്യത്തിൻ്റെ സ്വത്തുക്കൾ പോലും ആ ഒരു വിഭാഗത്തിന് വഖഫ് ബോർഡിന് എഴുതി കൊടുത്ത് ഈ രാജ്യത്തെ കുട്ടിച്ചോറാക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളും ഈ ജനങ്ങൾ മനസ്സിലാക്കിയതുകൊണ്ട് കോൺഗ്രസ്സിന് ഇനിയും അധികാരത്തിൽ വരുത്തിയാൽ തങ്ങൾക്ക് ഇപ്പോഴുള്ളത് കൂടി നഷ്ടപ്പെടും എന്നുള്ള ആ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് കോൺഗ്രസ്സിനെ എന്തായാലും ഭരണത്തിൽ ഏറ്റാൻ ജനങ്ങൾ തയ്യാറാകുകയില്ല. എന്നാൽ ഒരു ശക്തമായ പ്രതിപക്ഷം എന്ന രീതിയിൽ കോൺഗ്രസ്സിന് ഈ ഒരു സ്ഥാനം നേടിയെടുക്കാൻ കഴിയുമായിരുന്നു. ശശി തരൂരിനെ പോലുള്ള നേതാവായിരുന്നു അതിൻ്റെ തലപ്പത്ത് വന്നിരുന്നത് എങ്കിൽ എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. അതവിടെ നിൽക്കട്ടെ. നമ്മൾ പറഞ്ഞു വന്നത് ബീഹാറിലെ ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ യാഥാർത്ഥ്യം മനസ്സിലാക്കി തേജസ്വി യാദവ് ആകട്ടെ, ഈ രാഹുൽ ഗാന്ധി അഥവാ പപ്പു ആകട്ടെ, ഈ ഉയർത്തിക്കൊണ്ടുവന്ന വാദങ്ങളെല്ലാം തെറ്റാണെന്ന് ജനങ്ങൾ തന്നെ തെളിയിച്ചു. ഒപ്പം തന്നെ ഇപ്പോൾ അവർ പറഞ്ഞു വരുന്ന ചില കാര്യങ്ങളുണ്ട്. 10,000 രൂപ സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് ഇട്ടുകൊടുത്തത് കൊണ്ട് ആണ് അവിടെ ഇങ്ങനെ ജയിച്ചത് എന്നാണ് ഇപ്പം ഈ ചാനലുകൾ കേരളത്തിലെ ചാനലുകളെ പറയത്തുള്ളൂ. മലയാളത്തിലെ ചാനലുകൾ എന്നും ഈ ഭരണത്തിനും രാജ്യത്തിനും എതിരായിട്ട് നിൽക്കുന്നവരാണെന്ന് നമുക്ക് അറിയാം. ഭൂരിപക്ഷം ചാനലുകളും 1-2 ചാനലുകൾ ഒഴികെ ബാക്കിയെല്ലാം ആ നിലപാട് സ്വീകരിക്കുന്നവരാണ്. BJP ഭാരതം ഭരിക്കുന്നത് കൊണ്ട് ഈ ഭാരതത്തിന് തന്നെ എതിരെ നിൽക്കുക എന്നുള്ള മനോഭാവത്തിൽ സഞ്ചരിക്കുന്ന
ഒരു കൂട്ടരാണ് ഈ രണ്ടോ മൂന്നോ ചാനൽ ഒഴിച്ച് ബാക്കിയല്ല. അവരെല്ലാം പറയുന്നത് ഈ ഒരു സംഭവം കൊണ്ടാണ്, ഈ 10,000 രൂപ ഇട്ട് കൊടുത്തത് കൊണ്ടാണ് BJP ജയിച്ചത്. ഈ BJP 10,000 ഒന്ന് ഇട്ട് കൊടുത്തു. പക്ഷേ ഇപ്പോഴത്തെ ഈ സഖ്യം എന്താണ് പറയുക, ഇന്ത്യ സഖ്യം, അവരധികാരത്തിലേറിയാൽ 30,000 രൂപ വെച്ച് അക്കൗണ്ടിൽ എത്തുമെന്നാണ് പറഞ്ഞത്. എന്നിട്ട് എന്തുകൊണ്ട് അവിടുത്തെ സ്ത്രീജനങ്ങൾ അത് അംഗീകരിച്ചില്ല? ഈ ചാനലുകൾ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അവിടുത്തെ സ്ത്രീകളെ അപമാനിക്കുന്നതിന് തുല്യമാണ്. അവര് ദേശീയത അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി ഈ ദേശത്തിനെതിരെ നടത്തുന്ന കുപ്രചാരണങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് കോൺഗ്രസിനെ അല്ലെ പ്രതിപക്ഷങ്ങളെ എഴുതി തള്ളിയത്, അവർക്ക് വോട്ട് ചെയ്യാതിരുന്നത്. അങ്ങനെയുള്ള ജനങ്ങളെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള ചർച്ചകളും നിലപാടുകളുമാണ് ഇവിടുത്തെ ചാനലുകളെല്ലാം കൈക്കൊണ്ടിരിക്കുന്നത്. അവർ പറയുന്നത് 10,000 രൂപ ഇട്ട് കൊടുത്തത് കൊണ്ടാണ് സ്ത്രീകളെല്ലാം വോട്ട് ചെയ്തത്. അന്നേരം ഇവർ ഈ കാര്യം മറച്ചു വയ്ക്കുകയാണ്. തേജസ്വി യാദവ് അവരുടെ ഇന്ത്യ സഖ്യം പ്രഖ്യാപിച്ചതാണ്. അവർ അധികാരത്തിൽ വന്നാൽ 30,000 രൂപ എല്ലാ സ്ത്രീജനങ്ങൾക്കും കൊടുക്കുമെന്ന്. അത് അംഗീകരിക്കാൻ തയ്യാറാകാതിരുന്നത് എന്തുകൊണ്ടാണ് ജനങ്ങൾ? അവർക്ക് പണത്തിനേക്കാൾ വലുത് അവർ നമ്മുടെ രാജ്യത്തിൻ്റെ യശസ്സും അന്തസ്സും നിർത്തണം എന്നുള്ള ആ ബോധ്യത്തോടു കൂടിയാണ് അവർ BJPയുടെ നേതൃത്വത്തിലുള്ള സഖ്യത്തെ അധികാരത്തിലേറ്റിയത്. അതിനെ തമസ്കരിച്ചുകൊണ്ട് അവിടുത്തെ സ്ത്രീകൾ വെറും പണത്തിനു വേണ്ടി അവർ വോട്ട് ചെയ്തു എന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ട് അവരെ അപമാനിക്കുകയാണ് കേരളത്തിലെ ഈ ചാനലുകളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനവരെ കുറ്റം പറഞ്ഞിട്ട് കഥയില്ല. അത് മിക്ക ചാനലുകളും ഈ ഇന്ത്യ വിരുദ്ധരായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകളാണ് അവിടുത്തെ മാധ്യമപ്രവർത്തകരല്ല. അവരെപ്പോഴും ഭാരതത്തിനെതിരായിട്ട് അല്ലെ ഇന്ത്യ സർക്കാരിനെതിരായിട്ട് അവർ സംസാരിക്കുകയുള്ളൂ, പ്രവർത്തിക്കുകയുള്ളൂ. എങ്കിലും ഒരല്പമെങ്കിലും മാന്യത മാധ്യമപ്രവർത്തനത്തിൽ കാണിക്കാൻ അവർ തയ്യാറാകാത്തതാണ് ഏറ്റവും ദുഃഖകരമായ അവസ്ഥ. ഈ രാഹുൽ ഗാന്ധിയുടെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം പോലും അറിയാൻ നാട്ടിൽ നിൽക്കാതെ ഇങ്ങനെ വിദേശത്തേക്ക് മുങ്ങിയതിനെ കുറിച്ച് പോലും ഒരു മാധ്യമ സ്ഥാപനവും പരാമർശിച്ചിട്ട് കൂടിയില്ല. നമ്മൾ ഇറങ്ങി പ്രവർത്തിച്ച് ഒരു തെരഞ്ഞെടുപ്പിൽ ഏതൊരു കാര്യമായിട്ട് ഒരു സംരംഭത്തിൽ വേണ്ടി ഇറങ്ങി പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫലം എന്താണെന്നറിയാൻ നമ്മൾ ആകാംക്ഷയോടെ തന്നെ നമ്മൾ അവിടെ കാണും എന്നുള്ള കാര്യം നമ്മൾക്കറിയാം. അങ്ങനെ ഉള്ള സാഹചര്യത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിക്കുന്ന ദിവസം ഈ നാട്ടിലെങ്ങും നിൽക്കാൻ തയ്യാറാകാതെ ഇത്രമാത്രം നിരുത്തരവാദപരമായിട്ട് ഒരു രാഷ്ട്രീയ നേതാവ് പ്രവർത്തിച്ചത്, അതിനെക്കുറിച്ച് പോലും ഒന്ന് സൂചിപ്പിക്കാൻ പോലും ഇവിടുത്തെ ഒരു ചാനലുകളും തയ്യാറാകാതിരുന്നത് വളരെയേറെ നമ്മളെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ട കാര്യമാണ്. കാരണം ഈ ചാനലുകളുടെ ആ പോക്ക് എങ്ങോട്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നത്. അതങ്ങനെ പോയിക്കോട്ടെ. നമ്മൾ ഇനി അടുത്ത നമ്മുടെ ഈ ഭാരതത്തിനെ സ്നേഹിക്കുന്നവരുടെ ലക്ഷ്യം രാജ്യത്തിന് തമിഴ്നാട്, ബംഗാൾ, കേരളം എന്നീ സംസ്ഥാനങ്ങളിലും അധികം താമസിക്കാതെ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. ഈ നാട്ടിലുള്ള ജനങ്ങൾ ഈ ബീഹാറിൻ്റെ ജനങ്ങളുടെ ആ മാനസികാവസ്ഥയിലേക്ക് ഉയർന്ന് പ്രവർത്തിച്ച് ഈ നാടുകളിൽ ഇപ്പോൾ നിലവിലുള്ള ഈ രാഷ്ട്രവിരുദ്ധ സർക്കാരുകളെ തൂത്തെറിയാൻ, അല്ലെങ്കിൽ ഇവിടുത്തെ ഈ ഭൂരിപക്ഷ ജനവിഭാഗത്തിനെ തകർക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഈ സർക്കാരുകളെ തൂത്തെറിയാനുള്ള ആ ഒരു പ്രവർത്തനമായിരിക്കണം നമ്മളുടെ ജനങ്ങൾ ഇനി അടുത്ത ഘട്ടമായിട്ട് നടപ്പാക്കിക്കൊണ്ടിരിക്കേണ്ടത്, പ്രവർത്തിച്ചുകൊണ്ടിരിക്കേണ്ടത്. അതിനായി എല്ലാവരും കൂട്ടായി പരിശ്രമിക്കണം എന്ന് ഉള്ള ഒരു ദൃഢനിശ്ചയം നമ്മളിൽ ഉണ്ടാകണം. അത് ഉണ്ടാക്കിയെടുക്കുന്നതിനായി നമ്മുടെ രാജ്യത്തെ സ്നേഹിക്കുന്ന, നമ്മുടെ ദേശീയ
പ്രസ്ഥാനങ്ങൾ തയ്യാറാകണം. തീർച്ചയായും അങ്ങനെ തയ്യാറായാൽ, പ്രവർത്തിച്ചാൽ തീർച്ചയായും അതിനുള്ള ഫലം ലഭിക്കുക തന്നെ ചെയ്യും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഈ ചാനൽ നിങ്ങൾക്കിഷ്ടമായെങ്കിലും പുതിയ വീഡിയോകൾ ലഭിക്കുന്നതിനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് വരുന്ന ബെൽ ബട്ടണുകളിലും അമർത്തുക.